സംസാര വിവേകാത്മനാകിയ ഭിക്ഷുഗീത സംസാരിത്താറുകളും ചെയ്തിരു വഴി പോലെ സംസാരാദികൾ ഗുണമയമായി തോന്നുമെന്ന് കംസവൈരിയും സാന്ധ്യം കൊണ്ട് അവിടത്തിൽ നന്നായി മായയാണെന്ന് അരുളി ചെയ്തു. ഗുണമയമായ വിഷയത്തിൽ ചേരാതെ ഗുണമായ വിഷയങ്ങൾ തേടുകയും മായാധീനനായ പിന്നെ പുരുഷാർത്ഥത്തെ സാധ്യം ഇല്ല സംശയമെന്ന് ആയതിന് ഐനന്ദന്റെ കഥയും അരുൾ ചെയ്തു. പിന്നെയും ഭഗവത് പൂജാവിധി ചോദിച്ചതു. നന്നായി പൂജാവിധി സ്ഥാനങ്ങൾ അരുൾ ചെയ്തു. ആർക്ക് സംസാരമാത്മാ തനിക്കോ ദേഹത്തിനോ കേൾക്കേണ്ടതെന്ന് ചോദിച്ചു. ആയതിന് അരുൾ ചെയ്തു. ആത്മാവും ദേഹം തമ്മിലുള്ള സംബന്ധം സംസാരമെന്ന് ആത്മാവാൻ കൃഷ്ണൻ അരുൾ ചെയ്തതു കേട്ട ശേഷം മാനസജയത്തിന്റെ ആശ്രയമായി സർവോത്തമമായിരിക്കുന്ന ഭക്തിയോഗത്തെ ചോദിച്ചിരു. സർവഭൂതങ്ങളെയും ഈശ്വരാത്മകമായിട്ട് ഔപാസിപ്പത് ഭക്തിയോഗമെന്ന് അരുൾ ചെയ്തു. ഇങ്ങനെ ചോദ്യോത്തരം 21 ഭഗവാനും ഉദ്ധവകാലുമായി ഇങ്ങനെ ഭഗവാൻ